അയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ പേര് തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല പേരായിരിക്കണം എന്നുള്ളതാണ്. നല്ല പേര് ആകല് സുന്നത്താണ്, അത് നല്ലതാണ്. പേരുകളെ തിരഞ്ഞെടുക്കുമ്പോൾ പല ആളുകളും പല അർത്ഥത്തിലുള്ള അർത്ഥമില്ലാത്ത പേരുകളോ അല്ലെങ്കിൽ അർത്ഥശൂന്യമായ പേരുകളാണ് പല ആളുകളും തിരഞ്ഞെടുക്കാറുള്ളത്. ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ചില പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അത്തരം പേരുകൾ നമ്മുടെ മക്കൾക്ക് വെക്കാൻ പാടില്ല എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ആ പേരുകൾ നമ്മൾ വെക്കാതിരിക്കണം. അങ്ങനെ വേണ്ട സൂക്ഷ്മത അതാണ്. ആ നല്ല പേരുകളായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഹദീസിൽ വന്ന ചില പേരുകളുണ്ട്, ആ പേരുകൾ വെക്കാൻ പാടില്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലാ തുസമ്മി ഗുലാമക്, നിന്റെ കുട്ടിക്ക് നീ പേര് വെക്കാൻ പാടില്ല അഫ്ലഹ, അഫ്ലഹ് എന്ന് പേര് വെക്കാൻ പാടില്ല. വലാ നജീഹൻ, നജീഹ് എന്ന് പേര് വെക്കാനും പാടില്ല. ഇനി ആണാണെങ്കിൽ നജീഹ് വെക്കും, പെണ്ണാണെങ്കിൽ നജീഹ എന്ന് മുഅന്നസായിട്ടും പറയും, ആ രണ്ടും വെക്കാൻ പാടില്ല. വലാ യസാറൻ, യസാർ എന്ന് പേര് വെക്കാനും പാടില്ല. വലാ റബാഹൻ, റബാഹ് എന്ന് പേര് വെക്കാനും പാടില്ല. കാരണം എന്താ? ഇതാ കുൽത്ത അസമ്മ ഹുവ, ഒരാൾ വന്ന് ചോദിക്കാണ് അവിടെ റബാഹ് ഉണ്ടോ അഫ്ലഹ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അഫ്ലഹ് എന്ന് പറയുന്ന അർത്ഥം വിജയിച്ചവൻ എന്നാണ്. അപ്പൊ വിജയിച്ചവൻ ആളില്ല എന്നൊരർത്ഥം അവിടെ വരും. അപ്പൊ അത്ര കൊണ്ട് ഇത്തരം പേര് വെക്കാൻ പാടില്ല. മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ തന്നെ കാണാൻ കഴിയും, വലാ നാഫിഅൻ, നാഫിഅൻ എന്ന് പേര് വെക്കാനും പാടില്ല. അപ്പൊ നാഫിഉ, നാഫിഅ, പെണ്ണാണെങ്കിൽ നാഫിയ എന്ന് പറയും. ഇത്തരം പേരുകൾ വെക്കാൻ പാടില്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തരം പേര് വെക്കൽ കറാഹത്താണോ, അത് നല്ലതല്ല എന്ന്. സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.